നമസ്കാരം. ഭാരതത്തിൻ്റെ നാവിക വ്യൂഹത്തിൽ വൻതോതിൽ മുന്നേറുന്ന ആണവശേഷിയും അന്തർവാഹിനി വ്യൂഹവും ദക്ഷിണേഷ്യൻ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്. പ്രമുഖ അന്താരാഷ്ട്ര വിശകലന മാസികയായ ദി ഡിപ്ലോമാറ്റ് പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയുടെ കടൽ അധിഷ്ഠിത ആണവശക്തി കേവലം ഒരു പ്രതീകാത്മക സൈനിക സംവിധാനം എന്നതിനുമപ്പുറം സമുദ്രങ്ങളിൽ നിരന്തരം നിലനിൽക്കുന്ന അതിശക്തമായ പ്രതിരോധ വ്യൂഹമായി മാറിയിരിക്കുന്നു എന്നാണ്. ഇന്ത്യ കൈവരിച്ചു വരുന്ന ഈ സാങ്കേതിക മുന്നേറ്റം പാകിസ്ഥാൻ്റെ പരമ്പരാഗത ആണവ തന്ത്രങ്ങൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ, അതായത് 2027ഓടെ ഇന്ത്യൻ നാവികസേന 4 അരിഹന്ത് ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനുകൾ പൂർണ്ണ സജ്ജമാക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതോടെ സമുദ്രത്തിനുള്ളിൽ തടസ്സമില്ലാത്ത സമുദ്ര പ്രതിരോധം ഉറപ്പാക്കാൻ ദില്ലിക്ക് നിഷ്പ്രയാസം സാധിക്കും. കരയിലെ സൈനിക താവളങ്ങളോ വിമാനങ്ങളോ പോലെ പെട്ടെന്ന് ശത്രുക്കളുടെ കണ്ണിൽപ്പെടാത്ത രീതിയിൽ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിലയുറപ്പിക്കുന്ന ഇത്തരമൊരു ശേഷി ഭാരതത്തിൻ്റെ ആണവായുധങ്ങളുടെ സുരക്ഷിതത്വം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നു. ആണവാക്രമണം നേരിടേണ്ടി വന്നാൽ പോലും തരിപ്പണമാകാതെ അതിജീവിച്ച് തിരിച്ച് അതിശക്തമായി ആക്രമിക്കാനുള്ള സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ഭാരതം ഉറപ്പാക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രതിരോധ ആസൂത്രണങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. കഴിഞ്ഞ ദശകത്തിൽ ഭാരതത്തിൻ്റെ കടലിനടിയിലെ ആണവ പ്രതിരോധ ശൃംഖല കൈവരിച്ച പുരോഗതിയുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാണ്. 2016 കമ്മീഷൻ ചെയ്ത INS അരിഹന്ത് ആണ് ഈ പരമ്പരയിലെ ആദ്യ അന്തർവാഹിനി. 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 മിസൈലുകളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ 2024 ഓഗസ്റ്റിൽ കൂടുതൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളോടെ INS അരിഖാത്ത് എന്ന രണ്ടാമത്തെ അന്തർവാഹിനി സേനയുടെ ഭാഗമായതോടെ ഇന്ത്യ ഈ മേഖലയിൽ സാങ്കേതികമായി വൻ കുതിച്ചുചാട്ടം നടത്തി. കൂടാതെ കൂടുതൽ വലിപ്പമുള്ളതും ഏകദേശം 7000 ടൺ ഭാരവുമുള്ള INS അരിധമനൻ ഉൾപ്പെടെയുള്ള 2 പുതിയ അന്തർവാഹിനികൾ കൂടി ഇതിനകം നിർമ്മാണ സജ്ജമായിട്ടുണ്ട്. 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ള K4 സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിച്ച് ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ സുരക്ഷിതമായ ദൂരങ്ങളിൽ നിന്ന് തൊടുത്തുവിടാൻ ഈ പുതിയ അന്തർവാഹിനികൾക്ക് കഴിയും. കേവലം യുദ്ധക്കപ്പലുകളുടെ എണ്ണം കൂട്ടുക എന്നതിലുപരി അതിശക്തവും സുരക്ഷിതവുമായ ഒരു ആണവ നിലപാട് കെട്ടിപ്പടുക്കാനുള്ള ഇന്ത്യയുടെ ദീർഘവീക്ഷണമാണ് ഈ വികസനം തെളിയിക്കുന്നത്. കരാതിർത്തികളിൽ കടുത്ത സംഘർഷങ്ങളോ പ്രാദേശിക അടിയന്തരാവസ്ഥകളോ ഉണ്ടാകുമ്പോൾ തന്നെ ആണവ ആയുധങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് മാറ്റുന്നത് വഴി ഇന്ത്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആസ്തികളുടെ ഭീഷണി കുറയ്ക്കുന്നു. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തന്ത്രപരമായ വിടവ് സൃഷ്ടിക്കുന്നുണ്ട്. ചരിത്രപരമായി കരയിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകളെയും യുദ്ധവിമാനങ്ങളിൽ നിന്ന് നിക്ഷേപിക്കുന്ന ബോംബുകളെയും മാത്രം ആശ്രയിച്ചു പോകുന്ന പാകിസ്ഥാൻ്റെ നാവിക ആണവ പ്രതിരോധം ഇപ്പോഴും സാധാരണ അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കുന്ന ക്രൂയിസ് മിസൈലുകളിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഈ സമ്പൂർണ്ണ സബ്മറൈൻ മേധാവിത്വം മറികടക്കാൻ വരും വർഷങ്ങളിൽ വൻതുക ചെലവഴിച്ച് സ്വന്തം നാവിക ആണവശേഷി വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ നിർബന്ധിതരാകും. ആഗോളതലത്തിൽ തന്നെ ആണവശേഷിയുള്ള 3 തലങ്ങളിലെയും ആയുധ ശൃംഖലയിൽ ഏറ്റവും സുരക്ഷിതമായ ഇൻഷുറൻസ് പോളിസിയാണ് SSBN അന്തർവാഹിനികളെ കാണുന്നത്. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, UK തുടങ്ങിയ ലോകത്തെ മുൻനിര സൈനിക ശക്തികളെല്ലാം തന്നെ തങ്ങളുടെ തന്ത്രപ്രധാന പ്രതിരോധത്തിൻ്റെ പ്രധാന തൂണായി സമുദ്രത്തിലെ നിരന്തര പട്രോളിങ്ങിനെയാണ് ആശ്രയിക്കുന്നത്. ഇന്ത്യയുടെ തദ്ദേശീയ ആണവ അന്തർവാഹിനി വികസനം അത്തരമൊരു വിശാലമായ നാവിക നവീകരണത്തിൻ്റെ ഭാഗമാണ്. നിലവിലുള്ള അരിഹന്ത് ക്ലാസിന് പുറമെ കൂടുതൽ വലിപ്പമേറിയ S5 ക്ലാസ് അന്തർവാഹിനികളുടെ വികസനത്തിലേക്ക് ഇന്ത്യ കടക്കുകയാണ്. ഇതിനൊപ്പം ഈ തന്ത്രപ്രധാന ആസ്തികൾക്ക് സുരക്ഷയൊരുക്കാനും ഇൻഡോ പസഫിക് മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കാനുമായി ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അത്യാധുനിക അറ്റാക്കിംഗ് സബ്മറൈനുകൾ നിർമ്മിക്കാനും ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യയുടെ അന്തർവാഹിനി നിർമ്മാണത്തെയും നാവികസേനയുടെ വികസനത്തെയും വെറുമൊരു സാധാരണ സൈനിക നവീകരണമായിട്ടല്ല പാകിസ്ഥാൻ ഇപ്പോൾ കാണുന്നത്. മറിച്ച് മേഖലയിലെ ആണവ സന്തുലിതാവസ്ഥയെ ശാശ്വതമായി മാറ്റിമറിക്കുകയും ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷിയെ അങ്ങേറ്റം പ്രബലമാക്കുകയും ചെയ്യുന്ന ഏറ്റവും നിർണായകമായ ഒരു തന്ത്രപരമായ മാറ്റമാണിത്.
ഇന്ത്യൻ പ്രതിരോധ തന്ത്രങ്ങളുടെയും ഭൗമരാഷ്ട്രീയ നിലപാടുകളുടെയും ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നാഴികക്കല്ലാണ് ആണവായുധങ്ങളെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിലുള്ള അന്തർവാഹിനികളിലേക്ക് മാറ്റിയ തീരുമാനം. വിദേശ രാഷ്ട്രീയ സൈനിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ കേവലം ഒരു സാങ്കേതിക വികസനം എന്നതിനുമപ്പുറം ദക്ഷിണേഷ്യയിലെയും ഇൻഡോ പസഫിക് മേഖലയിലെയും സുരക്ഷാ സമവാക്യങ്ങളെ ശാശ്വതമായി ഭാരതത്തിന് അനുകൂലമാക്കുന്ന തന്ത്രപരമായ മേൽക്കൈയാണ് ഇതിലൂടെ രാജ്യത്തിന് ലഭിച്ചിരിക്കുന്നത്. കരയിൽ നിന്നും ആകാശത്തു നിന്നും കടലിൽ നിന്നും ഒരുപോലെ ആണവാക്രമണം നടത്താനുള്ള ന്യൂക്ലിയർ ട്രയാഡ് പൂർത്തീകരിച്ച വിരലിൽ എണ്ണാനാകുന്ന ലോകശക്തികളുടെ പട്ടികയിലേക്ക് ഉയർന്നു വന്ന ഇന്ത്യക്ക് സമുദ്രാധിഷ്ഠിത ആണവശേഷി വൻതോതിലുള്ള സൈനിക പ്രതിരോധ സുരക്ഷിതത്വമാണ് നൽകുന്നത്. ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മേൽക്കൈ എന്നത് അജയ്യമായ സെക്കൻഡ് സ്ട്രൈക്ക് അഥവാ രണ്ടാമത് ആക്രമിക്കാനുള്ള ഉറപ്പുള്ള ശേഷിയാണ്. ഇന്ത്യയുടെ ആണവ നയം ആദ്യം ആക്രമിക്കില്ല എന്ന കടുത്ത തത്വത്തിൽ അധിഷ്ഠിതമാണ്. അതായത് ഏതെങ്കിലും ഒരു ശത്രുരാജ്യം ഇന്ത്യക്ക് മേൽ ആദ്യം ഒരു ആണവാക്രമണം നടത്തിയാൽ മാത്രമേ ഇന്ത്യ തിരിച്ചടിക്കുകയുള്ളൂ. ഇത്തരമൊരു ആദ്യ ആക്രമണത്തിൽ കരയിലുള്ള മിസൈൽ സൈലോകളും വ്യോമസേനാ താവളങ്ങളും ശത്രുക്കളുടെ കൃത്യമായ ലക്ഷ്യമായി മാറി തകരാൻ സാധ്യതകൾ ഏറെയാണ്. എന്നാൽ സമുദ്രത്തിൻ്റെ അഗാധതയിൽ നിശബ്ദമായി ഒളിച്ചിരിക്കുന്ന INS അരിഹന്ത്, INS അരിഖാത്ത് തുടങ്ങിയ ആണവ അന്തർവാഹിനികളെ കണ്ടെത്തി തകർക്കുക എന്നത് ഏതൊരു ശത്രു രാജ്യത്തിനും അസാധ്യമായ കാര്യമാണ്. ആദ്യ ആക്രമണത്തിൽ കരയിലെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായാൽ പോലും സമുദ്രത്തിനടിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന അന്തർവാഹിനികളിലൂടെ ശത്രുവിന് മേൽ പൂർണ്ണ നാശം വിതയ്ക്കുന്ന അതിശക്തമായ തിരിച്ചടി നൽകുവാൻ ഇന്ത്യക്ക് സാധിക്കും. ഈ ഭയം കാരണം ഇന്ത്യക്കെതിരെ ഒരു ആദ്യ ആണവാക്രമണത്തിന് മുതിരാൻ ഏതൊരു വിദേശ ശക്തിയും 100 വട്ടം ചിന്തിക്കാൻ നിർബന്ധിതരാകും. സമുദ്രാധിഷ്ഠിത ആണവ നിലപാടിൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത അന്തർവാഹിനികളുടെ അദൃശ്യതയും ഉയർന്ന അതിജീവന ശേഷിയുമാണ്. കരയിലെ മിസൈൽ വിക്ഷേപണ വാഹനങ്ങളും യുദ്ധവിമാനങ്ങളും ഉപഗ്രഹങ്ങൾ വഴിയും റഡാറുകൾ വഴിയും ശത്രുക്കൾക്ക് എളുപ്പത്തിൽ നിരീക്ഷിക്കാൻ സാധിക്കും. എന്നാൽ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സബ്മറൈനുകൾക്ക് മാസങ്ങൾ കടലിനടിയിൽ മുങ്ങിക്കിടക്കാൻ സാധിക്കും. ഇവ ഉണ്ടാക്കുന്ന ശബ്ദവും വികിരണങ്ങളും വളരെ കുറവായതിനാൽ ആധുനിക സോണാറുകൾക്കോ റഡാറുകൾക്കോ ഇവയുടെ കൃത്യമായ സ്ഥാനം കണ്ടുപിടിക്കുക അത്യന്തം ദുഷ്കരമാണ്. അതിർത്തികളിൽ കടുത്ത യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ആണവായുധ ശേഖരത്തെ സുരക്ഷിതമായി സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് മാറ്റി നിർത്താൻ സാധിക്കുന്നത് വഴി ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ആസ്തികളുടെ നാശസാധ്യത വൻതോതിൽ കുറയുന്നു. ഇതോടൊപ്പം തന്നെ ആക്രമണ പരിധിയിലും ശത്രുവിനെ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നതിലും ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിയിട്ടുമുണ്ട്. കരയിൽ നിന്നുള്ള മിസൈലുകൾക്ക് ഭൂമിശാസ്ത്രപരമായ ചില പരിമിതികൾ നേരിടേണ്ടി വരുമ്പോൾ അന്തർവാഹിനികൾക്ക് സമുദ്രങ്ങളിലൂടെ ഏത് ഭാഗത്തേക്കും സഞ്ചരിച്ച് ശത്രുരാജ്യത്തിൻ്റെ തീരപ്രദേശങ്ങളോട് ചേർന്ന് നിശബ്ദമായി നിലയുറപ്പിക്കാൻ സാധിക്കും. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത K-15, K-4 തുടങ്ങിയ സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യങ്ങളെ സമുദ്രത്തിനടിയിൽ നിന്ന് തന്നെ തകർക്കാൻ കഴിയും. 3500 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള K-4 മിസൈലുകൾ അന്തർവാഹിനികൾ സജ്ജമാക്കുന്നതിലൂടെ ശത്രുക്കളുടെ ആക്രമണ പരിധിക്ക് പുറത്തുള്ള സുരക്ഷിത മേഖലകളിൽ നിന്ന് തന്നെ വൻകരകൾ കടന്നുള്ള ലക്ഷ്യങ്ങളിലേക്ക് പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. അയൽ രാജ്യങ്ങളുമായുള്ള ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥയിലും ഈ മുന്നേറ്റം ഇന്ത്യക്ക് നിർണായകമായ മുൻതൂക്കം നൽകും. പരമ്പരാഗതമായി കരാധിഷ്ഠിത മിസൈലുകളെയും പോർവിമാനങ്ങളെയും മാത്രം ആശ്രയിക്കുന്ന പാകിസ്ഥാൻ്റെ പ്രതിരോധ തന്ത്രങ്ങൾക്ക് ഇന്ത്യയുടെ സബ്മറൈൻ ബേസ്ഡ് തിരിച്ചടി വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇന്ത്യയുടെ കടലിനടിയിലെ തന്ത്രപ്രധാന നീക്കങ്ങളെ പ്രതിരോധിക്കാൻ മാത്രം വൻതുക ചെലവഴിച്ച് സ്വന്തം നാവികസേനയെ ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ നിർബന്ധിതരാകും. അതുപോലെ തന്നെ ഇൻഡോ പസഫിക് മേഖലയിലും ബംഗാൾ ഉൾക്കടലിലും സ്വന്തം സബ്മറൈനുകൾ വഴി നിരന്തരം നടത്തുന്ന പട്രോളിംഗ് മേഖലയിൽ ചൈനയുടെ നാവിക കടന്നുകയറ്റങ്ങൾക്കും സ്വാധീനത്തിനും ശക്തമായ തടയിടുന്നു. ആഗോളതലത്തിൽ നോക്കുമ്പോൾ സ്വന്തമായി ആണവ അന്തർവാഹിനികൾ നിർമ്മിക്കുകയും അവ വിജയകരമായി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ലോകത്തിലെ വളരെ ചുരുക്കം ചില ശക്തികളിലൊന്നായി മാറാൻ ഇത് ഇന്ത്യയെ സഹായിച്ചു. ഭാവിയിൽ വരാനിരിക്കുന്ന കൂടുതൽ ശേഷിയുള്ള S-5 ക്ലാസ് അന്തർവാഹിനികളും തദ്ദേശീയമായി നിർമ്മിക്കുന്ന അറ്റാക്കിംഗ് സബ്മറൈനുകളും കൂടി എത്തുന്നതോടെ ഇന്ത്യയുടെ നാവിക മേധാവിത്വം കൂടുതൽ ശക്തമാകും. ചുരുക്കത്തിൽ ആണവായുധങ്ങൾ അന്തർവാഹിനികളിലേക്ക് മാറ്റിയതിലൂടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും അചഞ്ചലമായ ഒരു സംരക്ഷണ കവചം തീർക്കാനും ദക്ഷിണേഷ്യയിൽ മാറ്റി നിർത്താനാകാത്ത വിധം
സ്വന്തം തന്ത്രപരമായ മുൻതൂക്കം ഉറപ്പിക്കാനും ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.